അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. നമ്മൾ അമ്മോങ്കാക്കാൻ്റെ പെരുന്നാൾ ഫോട്ടോയോടുകൂടി ഇന്നത്തെ പെരുന്നാൾ വിശേഷത്തിലേക്ക് കിടക്കാം. നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നത് പോലെ സുന്നികൾ നടത്തുന്ന പള്ളികളിലെ പെരുന്നാൾ നിസ്കാരങ്ങൾ ഇവിടെ ഇല്ല. ഞാനിപ്പോൾ ഉള്ളത് രാജസ്ഥാനിലെ ഗഗ്വാനയിലാണ്. ഇവിടെ ഈദ്ഗാഹുകളാണ് നടക്കുന്നത്. മുജാഹിദീങ്ങൾ സന്തോഷിക്കാനായിട്ടില്ല. നിങ്ങൾ നടത്തുന്നത് പോലെ കാലിച്ചന്തകളിലോ മറ്റോ തട്ടിക്കൂട്ടിയ ഈദ്ഗാഹുകളുമല്ല. ഇവിടെ ഈദ്ഗാഹിന് വേണ്ടി മാത്രമായിട്ട് വഖഫ് ചെയ്ത ചില വിശാലമായ ഗ്രൗണ്ടുകളുണ്ടാകും. ആ ഗ്രൗണ്ട് വർഷത്തിൽ 2 തവണ മാത്രമാണ് തുറക്കുന്നത്. അവിടെയാണ് ഈദ്ഗാഹ് നടക്കാനിരിക്കുന്നത്. നമ്മളെ അതിനുവും ഹാദിയും ആഷിറൊക്കെ പെരുന്നാൾ നിസ്കാരത്തെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പെരുന്നാൾ നിസ്കാരം തുടങ്ങാനായിട്ടുണ്ട്. ഉസ്താദ് പ്രസംഗിക്കാൻ കയറി. खौफ खुदा नहीं है दिल में तो तुम कैसे नहीं हो जमाने को दुनिया को जैसा दिखानी. പെരുന്നാൾ ഖുത്ബയും പെരുന്നാൾ നിസ്കാരവും എല്ലാം കഴിഞ്ഞ് ആളുകളൊക്കെ പരസ്പരം കെട്ടിപ്പിടിച്ച് സലാം പറഞ്ഞ് പെരുന്നാളിൻ്റെ സന്തോഷം പങ്കിടുകയാണ്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ വീട്ടിലേക്ക് തിരിക്കുമ്പോൾ ജാമിയ മൊയ്നിയയിലെ മക്കൾ പെരുന്നാളിൻ്റെ മധുരം വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ. അതിൽ നിന്ന് അവരെ കയ്യിൽ നിന്ന് മിഠായും വാങ്ങി 1-2 തട്ടിപ്പറിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് തിരിക്കുകയാണ്. റോട്ടിലും ആളുകൾ പരസ്പരം പെരുന്നാളിൻ്റെ സന്തോഷം പങ്കിടുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അല്ലെങ്കിലും രാജസ്ഥാനിലെ പെരുന്നാൾ മറ്റൊരനുഭവമായിരുന്നു. വല്ലാത്തൊരനുഭവം. മനോഹരമായ ഒരുപാട് കാഴ്ചകളാണ് ഈ പെരുന്നാൾക്ക് കാണാൻ പറ്റിയത്. അങ്ങനെ രാജസ്ഥാനിലെ പെരുന്നാൾ കൂടി തിരിക്കുമ്പോൾ പുറത്ത് കച്ചവടക്കാരൊക്കെ ഉണ്ട്. നല്ല കച്ചവടവും പൊടി പിടിക്കുന്നുണ്ട്. ഏതായാലും ഏവർക്കും 1000 പെരുന്നാൾ ആശംസ.